10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ സാധിക്കാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഈ അച്ഛൻ വന്ന് ഉപദ്രവിക്കും. കുടുംബമാകുമ്പോഴത്തേന് അടിയും വഴക്കും കാണും. അവർ എങ്ങനെയായിരുന്നാലും മക്കളെ നീ സഹിച്ചു പോ. ആരും ഇതൊക്കെ പറഞ്ഞിരുന്നേ? ഒരു കുടുംബമാകുമ്പോൾ അടിയും വഴക്കൊക്കെ കാണും, അതൊക്കെ നമ്മൾ സമ്മതിക്കുന്നു. പക്ഷെ എന്ത് വന്നാലും സഹിച്ച് ക്ഷമിച്ച് അടിമയെ പോലെ നിൽക്കണമെന്നുള്ള അഭിപ്രായമൊന്നും ആരുമില്ല. ഇളയ മോളെ വായിക്കാത്തുള്ളൂ മദ്യം ഒഴിച്ചു കൊടുത്ത് കാമക്കണ്ണുകളോടെയാണ് കാണുന്നതെന്ന് പറയുന്ന ഒരു ഭാഗം നമുക്കൊന്ന് കേൾക്കാം. മോളെ അതിന്റെ വെന്റിലേറ്റർ വഴി അനവധി ദിവസങ്ങളിൽ വന്ന് കുഞ്ഞുങ്ങൾ കിടക്കുന്ന മുറിയിൽ വന്ന് എത്തി നോക്കും. പേടിച്ചവര് കടന്നു. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇടം വല്ല നോക്കേണ്ട ആ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കന്നെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. അതോടൊപ്പം ആ ക്ലിക്ക് ചെയ്തിട്ട് തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ഓൺ അടിച്ച് വെക്കുക. നമ്മൾ ചാനലിലൊരു വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പറ്റുന്നവരെല്ലാം വാട്സപ്പ് ചാനലിലൂടെ ആ വാട്സപ്പ് ചാനലിലൂടെ ഒന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. ഈ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കാര്യം കമൻറ്റായിട്ട് ഇടുക, കുറഞ്ഞ പക്ഷം ഒരു ലൈക്കോ ഒരു ഹാർട്ടോ കമൻറ്റായിട്ട് ഇടുക. നമ്മുടെ ഈ വീഡിയോ റീച്ച് ആകാനായിട്ട് അത് വളരെയധികം നമ്മളെ സഹായിക്കും സുഹൃത്തുക്കളെ. കൂടുതലായിട്ട് പിന്നല്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കയറാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ഒരു മാതാപിതാക്കൾ അല്ലെങ്കിൽ ഒരു കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടാകുന്ന മാതാപിതാക്കളോടായിരിക്കും. പ്രത്യേകിച്ച് പെൺകുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും ഒരു സ്നേഹത്തിലൊരു മുൻതൂക്കം കൂടുതൽ കിട്ടുന്നത് അവരുടെ അച്ഛനോട് തന്നെയായിരിക്കും. പക്ഷേ ചില വീടുകളിൽ ഈ അച്ഛന്മാർ മക്കളെ കാമത്തിൻ്റെ കണ്ണുകളോടെയാണ് കാണുന്നത്. അത്തരത്തിൽ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. പെൺകുട്ടികളാണെങ്കിൽ കാമത്തിൻ്റെ കണ്ണുകളോടെ, ആൺകുട്ടികളാണെങ്കിൽ ഒരു അടിമകളായിട്ട് കാണുന്ന ഒരുപാട് കുടുംബങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് അച്ഛനമ്മമാർ അല്ലെങ്കിൽ ഒരുപാട് മക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. അത്തരത്തിലൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. അസ്നാസ് വേൾഡ് എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനലിനകത്തൊരു വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഒരു ഫാമിലിയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് അവർക്ക് പറയാനുള്ളത് കേട്ട് നോക്കാം. അതേ രീതിയിൽ ഞാൻ നിൽക്കാത്തതിന്റെ പേരിൽ ഒരുപാട് എന്നെ ഉപദ്രവിച്ച്, അതേ രീതിയിൽ ഞാൻ നിൽക്കാത്തതിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട്. അയാളെ മുമ്പിൽ ഞാൻ TV-യിൽ അതെന്നെ കാണിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് കാണണ്ട, ഇതുപോലെ നിങ്ങളെടുത്ത് കഴിയാൻ എനിക്ക് ഒക്കൂല. അന്ന് എന്നെ എന്റെ തല അടിച്ച് പൊട്ടിച്ച് പാരിപ്പള്ളി ആശുപത്രി കൊണ്ടുപോയി തയ്യലിടാൻ പോയപ്പോഴത്തേന് എന്റെ അമ്മാവി എന്റെ അടുത്ത് പറഞ്ഞു, മക്കളെ നീ ആശുപത്രിയിൽ ചെന്നാ ഇവ ഉപദ്രവിച്ചെന്ന് പറയരുത്, അത് കേസിന്റെ വഴിക്ക് പോകും. അപ്പോഴെന്റെ ഭർത്താവ് പറഞ്ഞതാ, നീ കേസ് കൊടുത്താ നിന്നെ തൂക്കാനുള്ള വഴി എനിക്കറിയാം. അതായത് ഇതിനകത്ത് സംസാരിച്ച വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ ലളിതമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നീല ചിത്രം കാണിച്ചിട്ട് അതിനകത്ത് എത്തരത്തിലാണോ പ്രകടനം കാഴ്ചവെക്കുന്നത് അത്തരത്തിലൊരു പ്രകടനം പുള്ളിക്ക് വേണം, ഇവരുടെ ഹസ്ബൻഡിന് വേണം. അത് കാഴ്ചവെക്കാത്തത് മൂലം അല്ലെങ്കിൽ അത് കാണാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞതിന് മൂലം ഇവരെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അഡ്മിറ്റ് ആയപ്പോഴത്തേനും നമ്മുടെ നാട്ടിൽ നമ്മുടെ കുടുംബങ്ങളിൽ കാലാകാലങ്ങളായിട്ട് പറയുന്നൊരു സാധനം ഇവരെയും പറഞ്ഞു കൊടുത്തു, കേസ് കൊടുക്കല്ലേ, നാണക്കേടാവുകയെ, നമുക്ക് പിടിച്ചു നിൽക്കണ്ടേ, അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാതെ ഇവരെ കൺവിൻസ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ബേസിക്കലി ഇന്നത്തെ കാലത്ത് ഒരുമാതിരി എല്ലാവർക്കും അറിയാം, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കാലാകാലങ്ങളായിട്ട് ഇവിടെ കൺവിൻസ് ചെയ്യലും അല്ലെങ്കിൽ കൗൺസിലിംഗ് നടത്തലും എല്ലാം ചെയ്യുന്നുണ്ട്. അതായത് അതൊരു അഭിനയമാണ്. അത് വെച്ചിട്ട് നമ്മുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് പകർത്തണം എന്ന് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് അഡിക്ഷൻ ആയിട്ടുള്ള ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇത് മാത്രമല്ല, ഈ പിതാവിനെ കാണിക്കുന്നില്ല, ഈ മക്കളും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഈ പിതാവിൽ നിന്ന് നേരിട്ട വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ മക്കൾക്ക് 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ സാധിച്ചില്ല. 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ സാധിക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഈ അച്ഛൻ വന്ന് ഉപദ്രവിക്കും. അച്ഛൻ്റെ അടി മേടിച്ചിട്ട് പിള്ളേർ സ്കൂളിൽ പോയില്ല. സ്കൂളിൽ പോകാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് അറ്റൻഡൻസ് അത്രയില്ല. അറ്റൻഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഈ വർഷം പരീക്ഷ എഴുതണമെന്ന് സ്കൂളിൽ നിന്ന് വിളിച്ച് പറഞ്ഞു. ആ മക്കൾക്ക് പറയാനുള്ള നമുക്കൊന്ന് കേട്ട് നോക്കാം. രണ്ടുപേരും SSLC പരീക്ഷ എഴുതിയിട്ടില്ലെന്ന് എന്താ കാര്യം? അത് അച്ഛൻ വഴിക്കൊക്കെ വെച്ച് അടിക്കാനൊക്കെ വരും. അങ്ങനെ പേടിച്ചാണ് ക്ലാസ്സിൽ പോലും പോകാൻ പറ്റാതെ ഹാജരൊക്കെ കുറഞ്ഞത്. അങ്ങനെ അച്ഛനെ പേടിച്ചായിരുന്നു വീട്ടിൽ നിന്നത്. അച്ഛനെ പേടിച്ച് പരീക്ഷ എഴുതിയില്ലേ? ഇല്ല. അച്ഛനെ പേടിക്കാൻ എന്താ കാരണം? അച്ഛൻ ഉപദ്രവിക്കുമല്ലോ ചെയ്യും. അച്ഛൻ ഉപദ്രവിക്കുന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. ഇത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഞാൻ ആര്യങ്കാവിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്കറിയായിരിക്കും തെന്മല ആര്യങ്കാവ്. അവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ എൻ്റെ കൂടെ പഠിച്ചിരുന്ന എൻ്റെ ഒരു സഹപാഠി ഉണ്ടായിരുന്നു. അവൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ആൺകുട്ടിയാണ്. ഈ പുള്ളിക്കാരൻ്റെ അച്ഛൻ സ്ഥിരം മദ്യപിച്ചിട്ട് വന്നിട്ട് ഇവനെ അടിക്കുമായിരുന്നു. ഓരോ ദിവസം വരുമ്പോൾ ഇവൻ്റെ മുഖത്തൊരു പാട്, കണ്ണ് വീങ്ങിയിരിക്കുക, ഇവിടെ കൈപ്പാട്, ഇങ്ങനെയുള്ള പാടുകളാണ് അവൻ്റെ മുഖത്തുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ചോദിക്കും, എടാ എന്ത് പറ്റിയതാണ് നിനക്ക്, എന്താടാ ഈ മുഖത്ത് പ്രശ്നമെന്ന് ചോദിക്കുമ്പോഴത്തേനും അവൻ പറയുന്നത് അച്ഛൻ ചാരായം കുടിച്ചിട്ട് വന്ന് അടിച്ചതാണെന്നാണ് പറയുന്നത്. അവൻ ഈ അച്ഛൻ എന്ന് പറയുന്ന ഒരു പേടി സ്വപ്നമായിരുന്നു. പിൽക്കാലത്ത് അത് ശരിയായി കേട്ടോ, അദ്ദേഹം മാനസാന്തരപ്പെട്ട് ഇവരുമായിട്ട് ഭയങ്കര കൂട്ടായി. അപ്പോൾ ഇത്തരത്തിലൊരു അനുഭവം ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ എന്തിനു ഉപദ്രവിക്കുന്നത്? അത് സിഗരറ്റ് വാങ്ങാൻ പറഞ്ഞിട്ട് മോൻ പോയി മേടിച്ചില്ല, അപ്പോൾ അച്ഛൻ ഇവിടെ ഒരു അടി അടിച്ചു, ഇവിടെ ഇത്രയും വീങ്ങി വരും. ഇങ്ങനൊരു സാഹചര്യമുണ്ട്. ഇത്തരത്തിലൊരു ഒരുപാട് കുടുംബങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടെന്നുള്ള മനസ്സിലാക്കുക. ഇനി ഈ കുട്ടികളെയും ഈ പെൺകുട്ടികളെയും അച്ഛൻ ഉപദ്രവിക്കുന്നുണ്ട്. നമുക്ക് കുട്ടികളായിരിക്കുമ്പോഴത്തേനും നമുക്ക് ഇത്തരത്തിലൊരു ഉപദ്രവം നേരിടുമ്പോഴത്തേനും നമുക്ക് അവരെ പേടിയാവും. നമ്മളിച്ചിരി വളർന്ന് മെച്ചൂർഡായി കഴിയുമ്പോഴാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ പോടാന്ന് പറയാനുള്ളൊരു ധൈര്യം പലർക്കും വരത്തുള്ളൂ. അപ്പോൾ ഈ കുട്ടികളുടെ എന്തുകൊണ്ടാണ് ഇവർ പേടിക്കുന്നുള്ള കാര്യം പറയാൻ നമുക്കൊന്ന് കേട്ട് നോക്കാം. അടിക്കും,
ഒരു ദിവസം വീട്ടിലിങ്ങനെ അച്ഛനും അമ്മയും കൂടെ വഴക്കൂടിയുമ്പോ അമ്മനെ ഒരുപാട് അടിച്ച് കൊല്ലുമെന്ന് വിചാരിച്ച് ഞാൻ അവരെ ഇടയ്ക്ക് നിന്ന് കയറിയപ്പോഴാണ് അച്ഛൻ മാറി നിക്കാന്ന് പറഞ്ഞാണ് പട്ടിയലിനെ അടിച്ചത്. പട്ടിയെല്ലാം എടുത്തടിച്ചോ? എവിടെ മോളെ? അത് കാലിലാണ് അടിച്ചത്, കാലിന്റെ തൊട ഭാഗത്ത്. മുറിവായോ? അത് അവിടെ പൊട്ടി പഴുപ്പും വെള്ളമായിട്ട് കുറെ ദിവസം അങ്ങനെ പോയി. അതായത് ഇവർ വഴക്ക് നടന്നതിൻ്റെ ഇടയ്ക്ക് കയറിയപ്പോൾ സ്വന്തം മകളെ പട്ടി റീപ്പറോ ആ സാധനമില്ലേ, അതായത് തടിയുടെ ഒരു കഷ്ണം ഇട്ട് കാലിനടിച്ചു. അത് ഈ നാര് പോലെ ഇരിക്കുന്നുണ്ട്, അടിക്കുമ്പോഴേ മുറിയും. അത്തരത്തിൽ മുറിഞ്ഞ് ഈ കുട്ടിക്ക് അത് പഴുത്തു എന്നൊക്കെയാണ് പറയുന്നത്. ഈ ഒരു ചെറുപ്പകാലത്ത് ഇത്രയും വലിയ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഇവർ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു സമയത്ത് ഇത്രയും വലിയ ഒരു ശാരീരിക ഉപദ്രവം നേരിടുക എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. അതും താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട ഒരു കുട്ടി, ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട അച്ഛനും അമ്മയിൽ നിന്നുമാണ് ഇത് വരുന്നതെന്നുള്ളതാണ്. അമ്മയില്ല കേട്ടോ, അച്ഛൻ്റെ കാര്യമോടെ പറയുന്നത്. അങ്ങനെ പിന്നെ മരുന്നൊക്കെ വെച്ചാണ് അത് പുറത്തത്. മക്കളോട് അച്ഛൻ ഇങ്ങനെ ദേഷ്യം തോന്നാൻ കാരണം? അച്ഛൻ വിളിക്കുന്നിടത്തൊന്നും പോകത്തില്ല, പിന്നെ അച്ഛൻ്റെ അടുത്ത് നിക്കത്തില്ല. അച്ഛൻ പോരെ ഇരിക്കുകയാണെങ്കിൽ അടുത്ത് പിടിച്ചിരുത്തി നമ്മൾ നിക്കത്തില്ല. കൈയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് പോകുമ്പോഴേ അച്ഛൻ അങ്ങനെ പിടിച്ചു നിർത്തും. ആ ഒരു ഇതിലാണ് അച്ഛൻ വഴക്കുണ്ടാക്കുന്നത്. നമ്മൾ അച്ഛൻ്റെ അടുത്ത് ചെല്ലാത്തോണ്ട്. അച്ഛൻ വിളിക്കുമ്പോഴേ ഇത് നമുക്ക് 2 രീതിയിൽ വ്യാഖ്യാനിക്കാം കേട്ടോ. ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ അമ്മ മക്കളെ പറഞ്ഞ് തിരിച്ചു, അതുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് മക്കൾ വരുന്നില്ല, അതുകൊണ്ട് മക്കളോട് ദേഷ്യമായെന്നുള്ള രീതിയിൽ നമുക്ക് ചിത്രീകരിക്കാം. അതുപോലെ തന്നെ ഈ അച്ഛൻ മോശമായിട്ടുള്ളൊരു രീതിയിലാണ് തങ്ങളോട് പെരുമാറുന്നത്, അതുകൊണ്ട് ഈ കുട്ടികൾ ആ അച്ഛൻ്റെ അടുത്ത് വരുന്നില്ല, തൻ്റെ ആവശ്യം നടക്കാത്തത് കൊണ്ട് ഉപദ്രവിച്ചു എന്ന് നമുക്ക് ചിത്രീകരിക്കാം. കാരണം ഇതിനകത്ത് ഏതാണ് യാഥാർത്ഥ്യം നമുക്കറിയില്ല. നമ്മൾ ഈ കുട്ടികളുടെ ഈ അമ്മയുടെയും ഒരു സൈഡിൽ നിന്ന് മാത്രമാണ് നമ്മൾ കാണുന്നത്. ഈ അച്ഛൻ്റെ സൈഡിൽ എന്താണ്, അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് നമുക്കറിയില്ല. ബേസിക്കലി അദ്ദേഹത്തിന്, അതായത് ആദ്യ തുടക്കത്തിൽ നമ്മൾ കേട്ടില്ലേ, നിന്നെ കേസ് കൊടുത്ത തൂക്കമുള്ള വഴി എനിക്കറിയാമെന്നൊക്കെ പറയുന്നത്. അത്രയും ഒരു ഹോൾഡ് ഒരാൾക്കുണ്ടാകുമോ എന്നുള്ളത് സംശയമാണ്. പ്രത്യേകിച്ച് നമ്മൾ അതൊരു ഒഫൻസീവ് സ്റ്റേറ്റ്മെൻറ്റാണ്. എന്നാലും അത്യാവശ്യം പിടിപാടുള്ള ആളുകളെല്ലാം നമ്മുടെ ഇച്ചിരി ദമ്പടിയുള്ള ആളുകളായിരിക്കും നമ്മൾ കണ്ടുവച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സാമ്പത്തികമുള്ള എല്ലാവരും പിടിപാടുള്ളവർ മോശമാണെന്നല്ല പറയുന്നത്, എന്നാലും അത്യാവശ്യം പിടിപാടുള്ളവരൊക്കെ ഇച്ചിരി ചിക്കിലിയുള്ള ആളുകളായിരിക്കും. ഇവരെ കണ്ടിട്ടൊരു സാധാരണ വീടായിട്ട് തോന്നുന്നു. ഇവരുടെ വീടിൻ്റെ കഥകളെല്ലാം പൊളിഞ്ഞിരിപ്പുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത്യാവശ്യം അത്രയും പോലീസുകാരെ മൊത്തം സ്വാധീനിക്കാനുള്ള തരത്തിലുള്ള പിടിപാടുകളുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ഒരു പാവപ്പെട്ട ഒരുത്തിന് ഇതുപോലെ പിടിപാടുണ്ടെങ്കിൽ അവൻ ആ പിടിപാടി കൂടെ സമ്പന്നനാവും. എല്ലാവൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം ദമ്പടിയാണല്ലോ. അച്ഛന്റെ കൂടെ ചെല്ലാത്തോണ്ടാണ് നിങ്ങളുടെ 2 പേർക്ക് അച്ഛൻ ഇത്ര ദേഷ്യം. പിതാവിനെ പേടിച്ച് എത്ര വർഷം, 16-18 വർഷമായി ഈ മക്കളെ കൊണ്ട് ഞാൻ ഇങ്ങനെ ഓടുന്നു. ഒരു കാക്കയ്ക്ക് പറന്നു പറ്റാൻ ഒരു ജില്ലയുണ്ട്. ഞാൻ എത്ര നാളെ ഈ മക്കളെ കൊണ്ട്, ഈ പെമ്മക്കളെ കൊണ്ട് ഞാൻ ഇങ്ങനെ ഓടും. അവരുടെ കാര്യം കേൾക്കുമ്പോൾ കഷ്ടമുണ്ട്. ഇനി ആ അമ്മയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, നമുക്ക് അതുകൂടെ കേൾക്കാം. എന്നിട്ട് നമുക്ക് നമ്മളുടേതായ അഭിപ്രായത്തിലേക്ക് വരാം. ചെയ്തിട്ട് ഇയാളുടെ കൂടെ എന്തിനാ ചേച്ചി ഇനിയും ജീവിക്കുന്നതെന്ന് പറഞ്ഞ 2 പെൺകൊച്ചുങ്ങളല്ലേ, എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കുടുംബം ആകുമ്പോഴത്തേനും അടിയും വഴക്കും കാണും. അവർ എങ്ങനെയായിരുന്നാലും മക്കളെ നീ സഹിച്ചു പോ. ആരും ഇതൊക്കെ പറഞ്ഞിരുന്നേ, ഒരു കുടുംബം ആകുമ്പോൾ അടിയും വഴക്കൊക്കെ കാണും, അതൊക്കെ നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ എന്ത് വന്നാലും സഹിച്ച് ക്ഷമിച്ച് അടിമയെ പോലെ നിൽക്കണമെന്നുള്ള അഭിപ്രായമൊന്നും ആരുമില്ല. നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള നിയമങ്ങളുണ്ട്. നമുക്ക് അടിമത്തമാണ് അല്ലെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഉപദ്രവമാണെങ്കിൽ നമ്മൾ നിയമപരമായിട്ടുള്ള അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കുക. അതിനാണ് നമുക്ക് ഈ നിയമപരമായിട്ടുള്ള പരിരക്ഷകളൊക്കെ തരുന്നത്. അല്ലാതെ അയ്യോ ഞാൻ കെട്ടിച്ച് വിട്ട് എന്നെ ഇനി അങ്ങ് തല്ലി കൊന്നാലും ഞാനങ്ങ് ക്ഷമിക്കണം, അങ്ങനെയൊന്നുമില്ല. അത് ഫസ്റ്റ് മനസ്സിലാക്കി. ഇത് ആരെയും ഇങ്ങനെയൊക്കെ ഉപദേശിച്ചു കൊടുക്കുന്നത്? അവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ടാണ് ഇവരൊക്കെ ഉപദേശിക്കുന്നത്? നമുക്കും ശരിക്കും അറിയില്ല കേട്ടോ. ശരിക്കും ഇതിനകത്ത് ഇവരുടെ മറുസ്പേഷം കേട്ടാലും നമുക്കും കറക്റ്റായിട്ട് മനസ്സിലാവും. എന്റെ ചേട്ടത്തിയാരും പറഞ്ഞു. അപ്പൊ ഇത്രയ്ക്കായിട്ട് ചേച്ചി കേസ് കൊടുക്കുക ഒന്നും ചെയ്തില്ലേ? 5 കേസ് കൊടുത്തിട്ടുണ്ട് പള്ളിക്കൽ സ്റ്റേഷനിൽ. അവര് ഇറങ്ങി ആവട്ടെ തിരക്കാവട്ടെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം അവർക്ക് പണമുണ്ട്. എന്റെ ഭർത്താവ് ആർക്ക് പണമുണ്ട്? ഭർത്താവിന് പണമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞത് കറക്റ്റ് ആവും അല്ലേ? അവർക്ക് പണമുണ്ട്. അപ്പോൾ എനിക്ക് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തൊരു ഹൈഡറായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കി കേൾക്കാം. കൊടുമൂട്ടി ദേവീക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു സമൂഹ വിവാഹമായിരുന്നു അല്ലേ? അപ്പൊ ചേച്ചിക്ക് സ്വന്തമായിട്ട് വീട് സ്ഥലം ഒന്നുമില്ല? ഒന്നും പേടിക്കല്ല, നമുക്കും വീട് സ്ഥലമൊന്നുമില്ല. ബാക്കിയും കൂടെ പറയാം, നമുക്ക് മൊത്തം കേൾക്കാം. അവർക്ക് ആഹാരം വേണ്ടേ, ഉടുക്കാൻ തുണി വേണ്ടേ, എണ്ണ വേണ്ടേ? എന്റെ അച്ഛനും അമ്മ എത്ര നാൾ എന്നെ നോക്കും? ഇവരെ മുമ്പിൽ കുഞ്ഞുങ്ങളെ ഇട്ട് എറിഞ്ഞിട്ട് ഈ കാട്ടിന്റെ അകത്ത് ഞാൻ ഇറങ്ങി ജോലിക്ക് പോകും. വഴിക്ക് വന്ന് എന്നെ ഉപദ്രവിക്കുന്നത്, എന്റെ മക്കളെ എനിക്കോ എന്റെ കുഞ്ഞുങ്ങൾക്കോ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പേ എന്റെ ജനങ്ങൾ ഇതൊന്ന് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളെ സ്വന്തമായിട്ട് ഒരു മണ്ണോ ഒരു വീടോ ഒന്നും എനിക്കില്ല. ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് എത്ര നാളെ ഞാൻ ഇങ്ങനെ ഓടുമ്പോളെ. ഇവർ ഈ സഹായം എന്ന് പറയുന്നത് ഇത് തന്നെ കേട്ടോ. അവർക്ക് സ്വന്തമായിട്ടൊരു വീടൊന്നും ഇല്ല. ഇവർ താമസിക്കുന്ന വീടിന് തീരെ കെട്ടുറപ്പില്ല, വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുക എന്നാണ് ഇവർ പറയുന്നത്. ഇവരുടെ ഈ ചാനൽ, ഈ വീഡിയോ വന്ന ചാനലിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും കൊണ്ട് നിങ്ങൾ തിരക്കിയതിന് ശേഷം നിങ്ങൾ കൺവിൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ സഹായിക്കാൻ മനസ്സുള്ളവർ സഹായിക്കുക കേട്ടോ. കാരണം ഇതിൻ്റെ എക്സാക്ട് ജെനുവിനിറ്റി നമുക്ക് അറിയില്ല. കാരണം
ഒരു വശം മാത്രമല്ല നമ്മൾ കേൾക്കുന്നുള്ളൂ. ഏതൊരു നാണയത്തിനും രണ്ട് വശങ്ങളുണ്ടാവും. ഇവർ പറയുന്നതിനകത്ത് കുറച്ച് പൊരുത്തക്കേടുകൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഉള്ള യാഥാർത്ഥ്യമായിരിക്കും, എന്നാലും എന്തൊക്കെയോ ചില കുറച്ച്, അതായത് നമുക്ക് ഒരാളോട് വിരോധമുള്ളപ്പോൾ അയാൾ ചെയ്യുന്ന എല്ലാം നമുക്ക് പ്രശ്നമായിട്ട് തോന്നും. അങ്ങനെ ശരിയാണോ തെറ്റാണോ എന്നൊരു വിധി എഴുതാനല്ല ഞാൻ പറയുന്നത്. പക്ഷേ രണ്ട് വശം കേൾക്കാത്തതുകൊണ്ട് എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. ഇവർ ഒത്തിരി കാര്യം ഹൈഡ് ചെയ്യുന്നു തോന്നുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു പക്ഷേ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടാവാം. അടുത്ത് പറഞ്ഞു, ഞാൻ ഇനി പറയാൻ ലോകത്ത് ആളില്ല. തിരുവനന്തപുരത്ത് വനിതാ സെല്ലിൽ മാത്രമേ ഞാൻ പോകാതുള്ളൂ. വനിതാ സെല്ലും പോകണം. സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല പരിരക്ഷ തരുന്നത് വനിതാ സെല്ലാണ്. അവരൊരു സ്ത്രീകളുടെ പ്രശ്നത്തിൽ ഇടപെടുന്ന പോലെ വേറെ ആരും ഇടപെടത്തില്ല. അത്രയ്ക്ക് നല്ല ക്വിക്ക് ആക്ഷൻസ് ഇവിടെ എടുക്കും. ഈ സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മനസ്സിലാക്കൂ. ഇത് നിങ്ങൾ ഈ വീഡിയോ എടുക്കുന്നവരെങ്കിലും അവർക്ക് കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കും. ഇതിനകത്ത് യാഥാർത്ഥ്യം, ഇവർ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരതിൽ നിന്ന് കരകയറണ്ടേ. ഇങ്ങനെ എത്ര നാൾ സ്വന്തം അച്ഛൻ മക്കളെ ശാരീരികമായി ഉപദ്രവിക്കും അല്ലെങ്കിൽ ഉപയോഗിക്കുമെന്ന് പേടിച്ചിട്ട് ഇങ്ങനെ ഒരു അമ്മ ജീവിക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഈ കുഞ്ഞിനെ ചിറകിൻ്റെ മറവിൽ പൊത്തി വെച്ചേക്കുന്ന പോലെ എപ്പോഴും ഒരു അമ്മയ്ക്ക് കുഞ്ഞിനെ ഇതാക്കാൻ പറ്റില്ല. ആ മക്കൾക്ക് ചിറവുണ്ടാകുമ്പോൾ അവർ പറക്കണ്ടേ. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈ രാജ്യത്തോട് തന്നെ ദേഷ്യമായി തുടങ്ങും, ഈ നാടിനോട് തന്നെ ദേഷ്യമായി തുടങ്ങും. ബാക്കിയൂടെ കേൾക്കാട്ടോ. പരീക്ഷ പോലും എന്റെ മക്കൾ എഴുതിയിട്ടില്ല. ഇളയ മോളെ വായിക്കാത്തുള്ളത് മദ്യം ഒഴിച്ചു കൊടുത്ത് ശരീരം നന്നാവുന്ന മരുന്നാണ് മോളെ എന്ന് പറഞ്ഞു. ഈ സാധനം ഞാനും കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പെൺകുട്ടിയാണ്, അച്ഛൻ ഇതേപോലെ മദ്യം ലേശം ഒഴിച്ചു കൊടുത്ത് നല്ല സൂപ്പർ സാധനം, ഹെൽത്ത് ഉണ്ടാകുന്ന സാധനമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരുടെ കുഞ്ഞിൻ്റെ അമ്മ കണ്ടിട്ട് അത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. ഇത് ആരെന്തെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, ബാക്കിയോടെ കേൾക്കാം. അപ്പം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഈ ശരിക്കും നടക്കുന്ന സാധനമാണെന്ന് ഈ പറയുന്ന എക്സ്പീരിയൻസുകൾ അനുഭവിച്ച ആളുകളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക് എടുത്തത് കേട്ടോ. വെച്ച് തന്നായിരുന്നു അച്ഛാ. ഇത് മരുന്ന് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. ചെറിയൊരു മധുരമൊക്കെ ഉണ്ടായിരുന്നു, ചെറിയൊരു സ്മെല്ലും ഉണ്ടായിരുന്നു. പറഞ്ഞത് കഷായാണ് മോളെ, അതിലും ഇങ്ങനെ മധുരവും സ്മെല്ലൊക്കെ കാണും. ശരീരം കുടിക്കാൻ നിർബന്ധിച്ചോ? ശരീരം നന്നാവുള്ള മരുന്നാണെന്നും പറഞ്ഞാണ് എനിക്ക് കൊണ്ടുവന്ന് തന്നത്. പുറത്തോട്ട് ഇറങ്ങാൻ ഇവർക്ക് പേടിയാ, ആരെടുത്തെങ്കിലും മിണ്ടാൻ തന്നെ പേടിയാ. കുട്ടികൾ 10ാം ക്ലാസ്സിലാണോ പഠിച്ചത്? ഇപ്പൊ 10ൽ SLC പരീക്ഷ എഴുതിയിട്ട് അടുത്ത വർഷം സ്കൂളിൽ നിന്ന് SLC പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ എന്റെ അടുത്ത് വിളിച്ചു. ഈ പെൺകുട്ടികളെ അത്രയ്ക്ക് ചേച്ചി ഈ വീടിനകത്ത് അടച്ചിട്ട് ഞാൻ പോകണം. ഇപ്പോൾ SSLC പരീക്ഷ എഴുതാൻ പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞാൽ അതിതാ കാരണം. അച്ഛനെ പേടിച്ച് സ്കൂളിൽ പോയില്ല, സ്കൂളിൽ അച്ഛൻ പുറത്ത് വെച്ച് കണ്ട ഉപദ്രവിക്കും, അതൊക്കെ ഉള്ളതായിരിക്കും കേട്ടോ. അല്ലാതെ ഒരു ഫാമിലി മൊത്തം കള്ളം പറയത്തില്ല. പക്ഷേ എനിക്ക് കംപ്ലീറ്റ് എന്തിനാണ് ഇങ്ങനൊരു വിരോധം തോന്നുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു അച്ഛന് മക്കളോട് ഇത്തരത്തിലൊരു അതായത് ഇത്തരത്തിലൊരു ഇൻറ്റൻഷൻ തോന്നുന്നതെന്നറിയില്ല. പുള്ളിക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ പുള്ളിയെ ട്രീറ്റ് ചെയ്യണം. സ്വന്തം മക്കളോട് നല്ല നാട്ടുകാരോടും അങ്ങനെ തോന്നാൻ പാടില്ല. അതാ കെട്ടിയ അങ്ങനെയുള്ള ആളുകളോടല്ലേ അത്തരത്തിലുള്ള വികാരങ്ങളൊക്കെ തോന്നാൻ പാടുള്ളൂ. ഇനി ഈ മക്കളെ ഇദ്ദേഹം സെക്ഷുവലി ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു കാമക്കണ്ണുകളോടെയാണ് കാണുന്നതെന്ന് പറയുന്ന ഒരു ഭാഗം നമുക്കൊന്ന് കേൾക്കാം. മോളെ അതിന്റെ വെന്റിലേറ്റർ വഴി അനവധി ദിവസങ്ങളിൽ വന്ന് കുഞ്ഞുങ്ങൾ കിടക്കുന്ന മുറിയിൽ വന്ന് എത്തി നോക്കും. പേടിച്ചവര് കടന്ന് വിളിച്ച് എന്റെ അടുത്ത് പറഞ്ഞു, അമ്മ ആരാ വന്ന് ഇവിടെ വന്ന് നിൽക്കുന്നു, പൂച്ചയാണോ എന്തോന്ന് പറഞ്ഞാൽ നോക്കിയപ്പോഴത്തേനും ശരീരം പകുതി ആ വെന്റിലേറ്ററിന്റെ കീത്തൂടെ മുറിക്കകത്തോട്ട്. ഞാൻ എങ്ങനെ ചെയ്യാൻ പറ്റും? അതായത് സ്വന്തം മക്കളെ, അദ്ദേഹം തന്നെ ജനിപ്പിച്ച സ്വന്തം മക്കളെ അത്തരത്തിലൊരു കണ്ണോട് എങ്ങനെ കാണാൻ പറ്റുമെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. എന്തെങ്കിലും ഒരു മാനസിക പ്രശ്നമുള്ള ആളാണെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം എല്ലാ അച്ഛന്മാരും മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യണം, മക്കളെ അങ്ങനെ ഒരു ഇതിലായിരിക്കും അച്ഛനും അമ്മയും എല്ലാം വളർത്തുന്നത്. പക്ഷേ ഇവിടെ മാത്രം എൻ്റെ മക്കളെ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ചിന്തിക്കുന്ന ഒരാൾക്കാരാണ്. പിടിച്ചു നിർത്തി ചേബിക്കാലും ഒക്കെ പറഞ്ഞാൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ പോലീസിലൊക്കെ ഇത്രയും ഹോൾഡ് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ബാക്കിയേക്കാം. ഇയാളുടെ സ്വന്തം മക്കള് തന്നെയല്ലേ ചേച്ചി? എനിക്ക് തന്നെ കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. സ്വന്തം അച്ഛൻ ഒരു കുഞ്ഞുങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യൂ? എന്റെ മോളെ ഇങ്ങനെ മുട്ടി ഒരുമിക്കൊണ്ട് പോയി എന്റെ മക്കളെ കണ്ടാ മിണ്ടൂല. നീ എന്റെ അടുത്ത് നീ മിണ്ടണ്ട, എനിക്ക് നീ 10 പൈസ നീ തരണ്ട. 10 പൈസ എനിക്ക് തരണ്ട മക്കളെ. അയാള് ജനിപ്പിച്ച കൊച്ചുങ്ങളല്ലേ, 1 രൂപ പോലും എന്റെ കൊച്ചുങ്ങൾക്ക് കൊടുക്കുക. അവിടെ ഒരു ഓണമായ നിനക്കറിയാമോ, തിരുവോണത്തിന് എന്റെ അമ്മയും സഹോദരങ്ങളും സന്തോഷമായിട്ട് അവർ ആഹാരം കഴിച്ചപ്പോ ഞാനും എന്റെ കൊച്ചുങ്ങളും പട്ടിണി. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. കാരണം എല്ലാവരും ആസ്വദിക്കുന്ന സമയത്ത് ഇവർ ആഹാരം പോലും ഇല്ലാതിരിക്കുന്നൊരു സാഹചര്യമാണ്. പിന്നെ എനിക്ക് ഇതിനകത്ത് പ്രശ്നം തോന്നിയ സാധനം, അച്ഛൻ ഇങ്ങനെ വന്നു വെന്റിലേറ്ററിലൂടെ തലയിട്ട് നോക്കി എന്നൊക്കെ ഉള്ള പറയുന്ന അതേ സാഹചര്യത്തിൽ തന്നെ കൂട്ടിയിടിച്ചാൽ പോലും അച്ഛൻ മിണ്ടത്തില്ല, സാമ്പത്തികമായിട്ട് സഹായിക്കത്തില്ല. അപ്പോൾ മീൻസ് അത്രയും നമുക്ക് വിരോധമുള്ള ഒരാൾ എന്തിനു സാമ്പത്തികമായിട്ട് നമ്മളെ സഹായിക്കണം എന്ന് ചിന്തിക്കുന്നത്? അതിന് ഇവരുടെ ഗതികേട് കൊണ്ടാണോ അങ്ങനെ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് എന്തൊക്കെയോ എവിടേക്കോ ചില പ്രശ്നങ്ങൾ രണ്ട് ഭാഗത്തും ഉണ്ടെന്നുള്ളത് തോന്നുന്നുണ്ട്. ഏതായാലും ഇത് പോലീസ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെയുള്ള ആക്ഷൻസ് എടുക്കുക. എന്താണ് ഇതിനകത്ത് നിന്നുള്ളത് ശരിയായത്? ഇപ്പോൾ 5 കേസ് കൊടുത്തിട്ട് പോലീസ് മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ പറയുമ്പോൾ എല്ലാ പോലീസും കറപ്റ്റഡ് ആണോ? അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാവരും കറപ്ഷൻ്റെ ഭാഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏതായാലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റുകളെ രേഖപ്പെടുത്തുക. ഒരുപക്ഷെ നമുക്കിങ്ങനെ എനിക്ക്
ഇങ്ങനെ മിസ് മാച്ചായിട്ട് തോന്നാൻ കാരണം ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് അവരെവിടൊക്കെയാണ് കട്ട് ചെയ്തതെന്ന് നമുക്കറിയില്ലോ. ഒരുപക്ഷെ അതുകൊണ്ടാവാം, ഒരുപക്ഷെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവാം, ഒരുപക്ഷെ ഇവർ പറയുന്ന യാഥാർത്ഥ്യമാണ്. എന്താ യാഥാർത്ഥ്യം നമുക്കറിയില്ല. മറ്റൊരാളുടെ ഭാഗം കൂടെ വരുമായിരിക്കും. ഏതായാലും നിയമപാലകന്മാരും നിയമങ്ങളും ഇതിനെതിരെ കറക്റ്റായിട്ടുള്ള ആക്ഷൻസ് എടുക്കട്ടെ. നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇവരെ സഹായിക്കാൻ താല്പര്യമുള്ളവർ നിങ്ങൾ ഒന്ന് അന്വേഷിച്ചതിന് ശേഷം നിങ്ങൾക്കൂടെ എൻ്റെ യാഥാസ്ഥിതി ബോധ്യമായതിനു ശേഷം സഹായിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വന്നേരെ. ബൈ.